നമുക്കിത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. കാബിരി റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള റൈസും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മസാലയാണെങ്കിൽ മസാലയിൽ നമ്മൾ മൊസമ്പിയുടെ നീരൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കാബിരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ സവാള നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ 3 വരെ എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചെയ്യുന്ന പോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ സവാള വറുത്തത്, മസാലയിലും കൂടെ നമ്മളിത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അളവ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് വറവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേഗം കോരിയെടുക്കാം. ഇത് ഈ കാബിരി റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മെയിനായിട്ട് കാണാനാണ് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നത് കേട്ടോ. ടേസ്റ്റിലും മാറ്റമുണ്ട്, പക്ഷേ അതിനേക്കാളും നമുക്ക് കാണുമ്പോൾ ഒന്നുകൂടെ ബിരിയാണി പോലെ അല്ല കേട്ടോ. കാണുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നും. ടേസ്റ്റ് ഏകദേശം ബിരിയാണീൻ്റെയൊക്കെ ഒരു സിമിലർ ആയിട്ടുണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്, അത് നമ്മളെടുത്തു. ഇനി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ഇതേപോലെ വറുത്തെടുക്കും. നിർബന്ധമില്ല കേട്ടോ, ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ക്യാരറ്റ് ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം ക്യാരറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതിന് അതേപോലെ കുറച്ച് സമയം മതി. കുറച്ച് സമയം ഒന്ന് അതിലിട്ടിട്ട് ഒരുപാടങ്ങ് വർക്കൊന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് അതിലിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു പാകമാകുമ്പോൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തെടുക്കാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മസാല ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 സ്പൂണ് എണ്ണ ഒഴിക്കാം. അത് ഞാനിപ്പോൾ ഈ ഉള്ളിയൊക്കെ വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് തന്നെ എണ്ണ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ഏലക്കായ, ഒരു 3-4 ക്ലവ്, അതേപോലെ നമ്മുടെ കറാമ്പട്ടയില്ലേ അതൊരു 2 ചെറിയ പീസ് മതി. പിന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയല്ല കേട്ടോ, ഇതുപോലെ ഉണ്ട് കുരുമുളക്, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് സ്പൈസസ് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് ആ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസ് സവാള തന്നെയാണ്. അപ്പോൾ മീഡിയം സൈസിലുണ്ട് 2 സവാള തന്നെ മതിയാവും. എന്നാൽ തന്നെ ഇതിൽ നല്ല മസാല ഉണ്ടാവും. നല്ല മസാലൻ്റെ ടൈപ്പ് ഒരു റൈസാണത്. അപ്പോൾ മസാലൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട കേട്ടോ, നല്ലോണം ഉണ്ടാവും. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുണ്ട്. ഉപ്പിടുമ്പോൾ നമ്മൾ ഇതിലിട്ടിട്ട് തന്നെയാണ് ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു ഉപ്പിടുക. അപ്പോൾ ആദ്യം ഒരുപാട് ഇടണ്ട, നമുക്കിനി മാഗി ക്യൂബൊക്കെ ഇടാണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് വരുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഏകദേശം 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 6 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ചതച്ചെടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തത്. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ 3 കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ തൈര് ചേർക്കില്ല കേട്ടോ. അതൊരു മെയിനായിട്ടുള്ളൊരു വ്യത്യാസമാണ്. ബിരിയാണിയിലൊന്നും ചേർക്കണ പോലെ നമ്മളിതിൽ തൈര് ചേർക്കുന്നേ ഇല്ല. അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ മുസമ്പിയുടെ നീരൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു തക്കാളിയാണ്. ഒരു തക്കാളീനെ ഞാൻ ഇതേപോലെ ഒന്ന് കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ടോട്ടൽ നമുക്ക് 3 തക്കാളി വേണം. അതിൽ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള 2 തക്കാളി നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക, വെള്ളം ഒട്ടും ചേർക്കണ്ട. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത തക്കാളി ഉണ്ടല്ലോ, ഇതിപ്പോൾ 2 തക്കാളി അടിച്ചെടുത്താണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടും ബാക്കിയുള്ളത് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് ആ ഒരു തക്കാളീനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ബാക്കി ഇതേപോലെയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവായിട്ട് അതിൽ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ലേ, ആ ഒരു പാകമാവണം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ.
തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് മാഗി ക്യൂബ്, അതെവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്നൊക്കെ. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് കണ്ടു. അപ്പോൾ ഇതാണ് മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ചിക്കൻ്റെ മാഗി ക്യൂബാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതുപോലുണ്ട് 2 കട്ടകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ട് ഒരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ മാഗി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് കണ്ടുകൊണ്ട് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അറിയുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ല വേവായിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യും. അതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ആവശ്യമുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം കബ്സ മസാല 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും കേട്ടോ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസാലകൾ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മാഗി ക്യൂബല്ലേ, അപ്പോൾ മാഗി ക്യൂബ് 2 വേണം. 2 ഇതേപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. 1 കിലോ ചിക്കനും 5 കപ്പ് അരിയും വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും 2 മാഗി ക്യൂബൊക്കെ വേണം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കൻ കൊണ്ടാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവുകളെല്ലാം ഇതിൻ്റെ നേരെ പകുതിയാക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 1/2 കിലോ കൊണ്ടാണെങ്കിൽ 1 മാഗി ക്യൂബ് മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം വഴറ്റണം കേട്ടോ. എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല. അപ്പോഴേ മാഗി ക്യൂബൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ടേസ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഉപ്പിൻ്റെ അളവ് മനസ്സിലാവുള്ളൂ. ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കന് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഞാൻ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിലുള്ള പീസസ് ആക്കിയിട്ട് തന്നെ ഉണ്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നല്ലോണം ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും, വെള്ളം ഉണ്ടാകും. പിന്നെ വല്ലാണ്ട് ഇനി അത് അടി പിടിച്ച് പോവുമോ നല്ല പേടിയുള്ളവർ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. പക്ഷേ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിന് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊണ്ട് ചോറ് റെഡിയാക്കാം. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 കറാമ്പട്ട, 3-4 ഏലക്കായ, അതേപോലെ ഒരു 3 ക്ലവ് ഒക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ മുസമ്പിയുടെ തോല് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുസമ്പിയുടെ തോല് ഇതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. റൈസിന് ജസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇട്ടാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും മാത്രം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് വെള്ളം വറ്റിച്ചെടുക്കുകയല്ല കേട്ടോ, ഇത് ചോറ് വേവിച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് മുമ്പോട്ട് നിൽക്കണം, എന്നാലേ നമ്മൾ അരിയിട്ട് വേവിക്കുമ്പോൾ അരിയിൽ പാകത്ത് വേവാവുള്ളൂ. ഇനി ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. 5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ 5 കപ്പല്ല, ഈ ഒരു സെയിം മസാലയിലേക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് 6 കപ്പ് 7 കപ്പ് വരെ എടുക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല മസാല ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 6 കപ്പൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത്, അടച്ചു വെക്കാതെ തന്നെ ഇത് തിളപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 90% കുക്കായിക്കോട്ടെ. കാരണം നമുക്കങ്ങനെ ഒരുപാട് സമയം ദം ചെയ്യാനൊന്നുമില്ല. അപ്പോൾ വല്ലാണ്ട് വേവണ്ട, അപ്പോൾ ആകെ കുഴഞ്ഞു പോകും. എന്നാലും ഒരു 90% കുക്കായാലും നമുക്ക് എടുക്കപ്പോൾ ഇത് ആയിട്ടുണ്ട്. 90% കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡ്രൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും ഇപ്പോൾ അവിടെ വേവുന്നുണ്ട്. ചിക്കനും ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ചിക്കന് തുറന്നു നോക്കാം.
ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ആ പാത്രം ഒന്ന് മാറ്റിയിരുന്നു കേട്ടോ. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ചിക്കൻ വെച്ചത്. ഇപ്പോൾ നമ്മൾ ചിക്കന് ഏകദേശം കുക്കായിട്ടുണ്ട്. കണ്ടോ, വെള്ളം കണ്ടോ, അതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എന്നിട്ട് തന്നെ അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഏകദേശം പകുതി അളവ് പുതിനയില എടുത്താൽ മതിയാവും കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതുവരെ ഇതിൽ നെയ്യ് ചേർത്തിട്ടേ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, എന്നാലും നെയ്യ് ഇട്ടാൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, നെയ്യ് ഇതുവരെ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരുപാട് ഉള്ളി വറുത്ത് വെച്ചില്ലേ, അപ്പോൾ ആ ഉള്ളി ഇവിടെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ള് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ദമ്മ ചെയ്യുന്ന സമയത്ത് മുകളിലും ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് ഉള്ളി മാറ്റി വെക്കാം. ഉള്ളിയും കയറ്റും അണ്ടിപ്പരിപ്പൊക്കെ അതിനുണ്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ഫുള്ള് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മസാലയിലേക്ക് വറുത്തുള്ളി വേണമെന്ന്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് മുസമ്പിയുടെ നീര്. ഇത് ഞാൻ ഒരു മുസമ്പി എടുത്തിട്ട് അതിന് കറക്റ്റ് പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതാണ്. മുസമ്പി ജ്യൂസ് അടിച്ചിട്ടല്ല കേട്ടോ, അത് പിഴിഞ്ഞെടുത്താൽ മതി, കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അരഭാഗം മുസമ്പിയുടെ നീര് പിഴിഞ്ഞെടുത്താണ് ഞാനിപ്പോൾ ചേർത്തത്. ബാക്കി അരഭാഗം നമുക്കിനി ചോറിൽ ചേർക്കാണ്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുസമ്പിയുടെ നീര് ചേർത്തിട്ട് ഏകദേശം ഒന്ന് തിളക്കാൻ അനുവദിക്കണം കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ, കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് പാകാവുന്ന സമയത്ത് നമുക്കറിയാലോ വെള്ളം എത്ര ആകുമ്പോൾ പാകാവുന്നു. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി പാകമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി. ചോറ് അവിടെ ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചോറൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് ലെയർ ചെയ്യേണ്ട പരിപാടികൾ നോക്കാം. നമ്മുടെ ചോറൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മസാലേനെ എടുത്തിട്ട് ആ ചോറ് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അടിയിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി ചോറിട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പും ക്യാരറ്റും എല്ലാം കൂടെ വറുത്ത് കുറച്ച് ബാക്കി വെച്ചില്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മുസമ്പിയുടെ നീര്, ഇത് നമ്മൾ നേരത്തെ അരഭാഗം മുസമ്പിയുടെ നീരാണല്ലോ മസാലയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ബാക്കിയുണ്ട് അരഭാഗം മുസമ്പിയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഗരം മസാലയുടെ പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടേ ചെയ്യണുള്ളൂ. ഇനി 3 ലെയറൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുടെ ഫുള്ള് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ആ മല്ലിയിലയും പുതിനയിലയില്ലേ അതൊന്നും ഇട്ട് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്ര കുറച്ചിട്ട്. ഈ കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സവാളയും ഇതെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ളത് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയുടെ പൗഡറും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കപ്സ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഞാനിപ്പോൾ ഇടുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ്, കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളറ് ചേർക്കണം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഫുഡ് കളറ് ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്യാമറയിലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുഡ് കളറ്, ഇതിപ്പോൾ റെഡ് കളറും ഗ്രീനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണിത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ലൈനിലോ ക്രോസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രീൻ ഫുഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കളർഫുള്ളായിട്ടുണ്ട് ഈ ചോറാണ്. അപ്പോൾ അതിന് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇതില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കാണാണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കുകയാണ് കേട്ടോ ഇത്, അല്ലാതെ ഒന്നുമില്ല. ഫുഡ് കളർ നല്ലതൊന്നുമല്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചേർക്കണം എന്നൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ 2 കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഉള്ളി ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചാലും മതി കേട്ടോ. ഞാനത് ക്യാമറയിൽ അങ്ങ് കാണുന്നില്ല കളർ ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചാലും ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് നീക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ബാക്കിയുള്ള മുസമ്പിയുടെ ജ്യൂസ്, അപ്പോൾ അരഭാഗം മുസമ്പിയുടെ ജ്യൂസ് നമ്മൾ കുറച്ച് നേരത്തെ ഒഴിച്ചുള്ളൂ. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇപ്പോൾ റൈസിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം.
അപ്പോൾ ദം ചെയ്യാറുമ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കണ്ട. താഴെ ഒരു തവ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. മുകളിൽ വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വെക്കാം കേട്ടോ. എൻ്റെ കയ്യിലെ ഫോയിൽ പേപ്പർ ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ വെക്കാത്തത്. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 15 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കാബരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, കളർ കണ്ടോ, റെഡ് കളറും ഗ്രീൻ കളറും കൂടെ ഉണ്ട് ആ റൈസ്. അതിങ്ങനെ കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പോൾ ആദ്യം ഇതിന് മുകളിലുണ്ട് റൈസ് വേറൊരു പാത്രത്തേക്ക് മാറ്റുക. എന്നിട്ട് മസാല ഇതും സെപ്പറേറ്റ് ആയിട്ട് വിളമ്പിയാൽ മതി. മസാലയും ചോറും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരു മഞ്ഞ കളറായി പോകും. അപ്പോൾ നമ്മൾ ഈ റൈസിന് ഈ കളറൊന്നും ശരിക്കും കാണൂല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ ചോറ് മാത്രം വേറൊരു പാത്രത്തേക്ക് മാറ്റുക. എന്നിട്ട് ആ മസാലൻ്റെ തൊട്ട് മുകളിൽ എടുക്കുന്ന ചോറില്ലേ, അത് യെല്ലോ കളറാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 കളറിലുള്ള റൈസ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പുണ്ട കബാലിയത്ത് റൈസ് സെർവ് ചെയ്ത പോലെ തന്നെ അടിയിൽ ചോറ് വിളമ്പുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആവശ്യത്തിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കഴിക്കുമ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിലൂടെ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.